ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ പൊരിക്കുകയോ വറുക്കുകയോ ഒന്നും ചെയ്യാത്ത നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ്. അത് നമുക്കൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. തേങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ചെറിയ ഗ്രാമ്പു കൂടിയാണ്. അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർക്കുകയാണ്. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ഏലക്കായും കൂടിയാണ്. അതും ചേർക്കാം. ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കൂടെ തന്നെ ഒരല്പം കറുവാപ്പട്ട കൂടി എടുത്തിട്ടുണ്ട്. ഈ ഒരളവിൽ, വളരെ ചെറിയൊരളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും ചേർക്കുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് എരിവിന് ആവശ്യത്തിന് 2 പച്ചമുളക് കൂടിയാണ്. നമുക്ക് കുറച്ചുകൂടി കൂടുതൽ എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഈ ഒരളവിൽ 2 പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആവശ്യമായിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി എടുത്തിട്ടുണ്ട്. അതും ചേർക്കുകയാണ്. നമ്മൾ ഈ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും പ്രത്യേക ടേസ്റ്റൊക്കെയാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ മുഴുവനെ പെരിഞ്ജീരകം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയും കൂടെയാണ്. അപ്പോൾ ഈ ഒരു അളവിൽ കുറച്ച് കറിവേപ്പില. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം അണ്ടിപ്പരിപ്പും കൂടിയാണ്. ഈ അണ്ടിപ്പരിപ്പിന് പകരം നമ്മുടെ കയ്യിൽ കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും, ഒരു ചെറിയൊരളവിൽ മാത്രം. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല കൂട്ട് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് കറക്കി എടുക്കണം. ഒരുപാട് നല്ല പേസ്റ്റ് പോലെ അങ്ങനെ അരച്ചെടുക്കാൻ പാടില്ല. വെള്ളം ഒന്നും ചേർക്കണ്ട. ചെറിയ രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. എന്നാൽ ശരി, ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ചെറിയ രീതിയിൽ ഞാനിപ്പോൾ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണം നമുക്ക് കിട്ടാനായിട്ട്. എന്നാൽ ഒരുപാട് തരിയൊന്നും ഇല്ലാതെ പോകാനും പാടില്ല, എന്നാൽ വലിയ വലിയ തരികൾ ഉണ്ടാവാനും പാടില്ല. അപ്പോൾ ചെറുതായിട്ട് നമ്മുടെ തേങ്ങയൊക്കെ ഇതുപോലെ ഒന്ന് അരഞ്ഞ് കിട്ടണം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് തയ്യാറാക്കി തുടങ്ങാം. ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് അരിപ്പൊടി എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അളവിൽ അരിപ്പൊടിക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം വേണം നമ്മളിതിലേക്ക് വെക്കാനായിട്ട്. ആ 1.5 കപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇതുപോലെ ഒരു 1/2 കപ്പ് കൂടി നമുക്ക് വേണം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വരണം. എന്നാൽ ശരി, നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം നന്നായിട്ട് ചൂടായി ഇങ്ങനെ തിളച്ച് തുടങ്ങിയാണ്. അപ്പോൾ ഇങ്ങനെ തിളച്ച് തുടങ്ങുന്ന സമയത്ത് പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിതാ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ മസാല കൂട്ടും കൂടിയാണ്. അപ്പോൾ അതുകൂടി ചേർക്കാം. അതുപോലെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമ്മൾ ഈ സമയം ചേർത്തേക്കണം. ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങണം. അതായത് നമ്മുടെ ഈ തേങ്ങയുടെ മസാല കൂട്ടിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം. തിളച്ച ഉടനെ തന്നെ നമ്മൾ ബാക്കി ചേരുവകൾ ചേർക്കാൻ പാടില്ല. ഒരു 2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് നമ്മുടെ മസാല കൂട്ടെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ഏത് കപ്പിലാണോ വെള്ളം അളന്നെടുത്തിട്ടുള്ളത് അതുപോലെ ആ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പച്ചരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ അതുകൂടി ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നമുക്ക് ഈ സമയം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുത്തതും ഉടൻ തന്നെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് തന്നെ ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് അരിപ്പൊടിയൊക്കെ ഒന്ന് വലിച്ചെടുത്തിട്ട് നല്ലതുപോലെ നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കില്ലേ, അതുപോലെ ഒന്ന് ഉരുണ്ട് നല്ല ബോൾ പോലെ കിട്ടും നമുക്ക്. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതങ്ങനെ ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. അതായത് നല്ലതുപോലെ തണുക്കണ്ട, ഇതിൻ്റെ ഒരു പകുതി, ഇപ്പോൾ നല്ല ചൂടല്ലേ ഇത്, ഈ ചൂടിൻ്റെ ഒരു പകുതി ആകുന്നത് വരെ ഒന്ന് വെച്ചിരിക്കണം. കാരണം ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് കൈവച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള റോളിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെറിയ രീതിയിൽ ഒന്നിരുന്ന് തണുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ മാവിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ ഒന്ന് മാറിയിട്ടുണ്ട്. ചെറുതായിട്ടേ മാറിയിട്ടുള്ളൂ, നമുക്കിങ്ങനെ കൈവച്ചിട്ടൊന്ന് റോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ നിന്നൊരു അല്പമായിട്ട് എടുത്തിട്ട് നമ്മൾ സാധാരണ ഈ പക്കോടയൊക്കെ തയ്യാറാക്കൂലേ, ആ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. അതായത് ഈ ഒരു രീതിയിൽ ഇങ്ങനെയൊക്കെ വേണം റോൾ ചെയ്തെടുക്കാനായിട്ട്. പക്കോടയുടെ ഷേപ്പിൽ നമ്മളിങ്ങനെ കൈവച്ചിട്ട് ബോൾ പോലെ തയ്യാറാക്കണമെന്ന് ആവശ്യമില്ല. ഈ ഒരു ഷേപ്പിൽ നമുക്ക് കുറച്ചായിട്ട് ഇങ്ങനെ എടുത്താൽ മതിയാവും. കയ്യിലെടുക്കണം, ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കൈ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് റോളാക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബോൾ പോലെയൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയൊരു പക്കോടയുടെ ഷേപ്പിലൊക്കെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കുട്ടി കുട്ടി ഷേപ്പിന് ഞാനിപ്പോൾ ഇതെല്ലാം ചെയ്ത് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അധികം ഷേപ്പ് ഒന്നുമില്ലാതെയാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ആവി ചെമ്പിലേക്ക് കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ തട്ടുകൂടി അതിലേക്ക് ഇടാം. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 5-6 മിനിറ്റ് മാത്രം നമ്മളിതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുത്താൽ മതിയാവും. ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ഓയിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കാതെ നല്ല സ്നാക്സൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഓയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഒരു 5 മിനിറ്റിൽ കൂടുതൽ നമ്മളിത് ആവിയിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ എല്ലാം ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു 5-6 മിനിറ്റ് ഇതൊന്ന് ആവി കൊള്ളിക്കണം. എന്നാൽ ശരി, ഞാനിപ്പോൾ ഇത് അടച്ച് വെക്കുകയാണ്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന രീതിയിലാണ് നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഈ ചൂടൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഒരു ബൗളിലേക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. നമ്മുടെ സ്നാക്സ് എല്ലാം ഇവിടെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി ആയിരിക്കും എന്ന്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഒന്ന് വറുത്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഭംഗിയായിട്ടുണ്ടാവും. അത്രയും മാത്രമേ ഉള്ളൂ. തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് വളരെ ടേസ്റ്റി ആയിട്ടാണ് നമ്മുടെ ഈ സ്നാക്സ് കിട്ടുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് എണ്ണയൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കൂടി പോലും ആവിയിൽ വെച്ചിട്ട് ഇതുപോലൊരു സ്നാക്കൊക്കെ നല്ല ചൂട് ചായക്കൊപ്പോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ചൂട് കട്ടനൊപ്പോ ഒക്കെ ഒന്ന് കഴിച്ച് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് പലർക്കും അതൊന്ന് തയ്യാറാക്കി നോക്കാനായിട്ടുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.